പവിത്രത്തിൻ്റെ ഒരു അപ്കമിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ എണീറ്റ് റൂമിൽ നിന്നും ഇറങ്ങി വരുന്ന വിക്രം കിച്ചണിൽ നിൽക്കുന്ന വേദയെ കണ്ട് ദേഷ്യം വന്ന് ഇങ്ങനെ കണ്ണുരുട്ടി നോക്കുക കേട്ടോ. ഇത് കാണുന്ന വേദ പറയുന്നുണ്ട്, എന്തിനാ വിക്രം എന്നെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കി പേടിപ്പിക്കുന്നത്? ഇന്നലെ എത്ര ഹാപ്പി ആയിട്ടാണ് എൻ്റെ കഴുത്തിൽ താലി കെട്ടുന്ന ചടങ്ങൊക്കെ നടന്നത്, അതൊക്കെ എത്ര പെട്ടെന്ന് മറന്നോ? ഈ താലി എൻ്റെ കഴുത്തിൽ കിടക്കുമ്പോൾ എങ്ങനെയുണ്ട് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. ഇത് കേൾക്കുന്ന കമലാമ്മ പറയുന്നുണ്ട്, അതിന് ഇവൻ്റെ മുഖം എപ്പോഴും ഇങ്ങനെ തന്നെയല്ലേ, കണ്ണുരുട്ട് മാത്രമല്ല എപ്പോഴും ദേഷ്യപ്പെട്ടിട്ടില്ല ഇവൻ. ഇപ്പോൾ ഇത് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ മോളെ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. വിക്രമാണെങ്കിൽ വേദയുടെ ആങ്ങളെ കൊല്ലാൻ വന്ന വിവരം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ തന്നെ ഇവരുടെ ഇമാതിരി തമാശ വർത്തമാനങ്ങളൊക്കെ കേട്ടപ്പോൾ വിക്രമിങ്ങനെ ദേഷ്യം വന്നിട്ട് നിൽക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അതെ അമ്മേ, ഇന്നലെ ഞാൻ നേരം വൈകി വന്നപ്പോൾ ഞാൻ എവിടെയായിരുന്നു എന്ന് അമ്മ അന്വേഷിച്ചോ? ഇല്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. അതിനിപ്പോൾ എന്താ ഇത്ര ചോദിക്കാനുള്ളത്? നിനക്ക് ഈ വിവാഹത്തിന് സമ്മതമായിരുന്നില്ല, അതുകൊണ്ട് നീ മനഃപൂർവ്വം വരാണ്ടിരുന്നതല്ലേ എന്ന് കമലാമ്മ ചോദിക്കുകയാണ്. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, എനിക്കിവളുടെ കഴുത്തിൽ താലി കെട്ടാനൊന്നും ഇഷ്ടമായിരുന്നില്ല. പക്ഷേ ഞാൻ പേടിച്ച് ആരെയും പേടിച്ച് ഒളിച്ചോടത്തൊന്നുമില്ല. എനിക്ക് നല്ല ചങ്കൂറ്റമുണ്ട്. ഞാൻ ഏത് സാഹചര്യത്തിൽ നേരിടുന്ന ആളാണ്, അമ്മയ്ക്കതറിയാലോ. പിന്നെ ഞാൻ ഇന്നലെ നേരം വീട്ടിൽ വരാതിരുന്നതേ, പിന്നെ ഞാൻ ഇങ്ങോട്ട് പുറപ്പെടുന്ന സമയത്ത് എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റി ഞാൻ ബോധം കെട്ട് കിടക്കുമായിരുന്നു, ഹോസ്പിറ്റലിലായിരുന്നു എന്നിങ്ങനെ പറയുകയാണ്. ഇത് കേൾക്കുന്ന എല്ലാവരും തന്നെ ഞെട്ടി നിൽക്കുക കേട്ടോ. അവിടെ ശ്രീജയും നന്ദിനിയും എല്ലാവരും തന്നെയുണ്ട്, അമ്മയുണ്ട്. എല്ലാവരും ഇത് കേട്ട ഉടനെ തന്നെ എന്താ വിക്രമിന് പറ്റിയെന്നുള്ള ചിന്തയിൽ അങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. കമലാമ്മയാണെങ്കിൽ കിച്ചണിൽ നിന്ന് ഓടി വരുന്നുണ്ട്. എന്താ വിക്രം, നീ എന്തായി പറയുന്നത്, എന്താ നിനക്ക് പറ്റി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ വിക്രം വേറെയുള്ള സംസാരങ്ങളൊക്കെ പറയാൻ നോക്കുമ്പോൾ കമലാമ്മ പറയുന്നുണ്ട്, ഞാനീ ചോദിച്ചതിനുള്ള ഉത്തരം പറ, നിനക്ക് എന്താ സംഭവിച്ചതെന്ന് പറയാമെന്നിങ്ങനെ പറയാണ്. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, അതെ അമ്മയുടെ മരുമകളുണ്ടല്ലോ, അമ്മ ഇപ്പം അങ്ങനെയല്ലേ വിശ്വസിക്കുന്നത്, ഇവളുടെ ആങ്ങളയുണ്ടല്ലോ ശ്രീ, അവനും അവൻ്റെ ആൾക്കാരുമാണ് എന്നെ കൊല്ലാനായി ശ്രമിച്ചത് എന്നിങ്ങനെ പറഞ്ഞിട്ട് അവിടെ ഉണ്ടായ സംഭവങ്ങളെല്ലാം വിക്രം അവരുടെ അടുത്ത് വിശദീകരിച്ച് കൊടുക്കുകയാണ്. രാത്രിയിൽ വീട്ടിലേക്ക് ബൈക്കിൽ വരുമ്പോൾ ഒരു റോഡിന് കുറുകെയായി ഒരു കമ്പി വലിച്ചു കെട്ടിയതും അതിൽ തട്ടി വിക്രം വീണ് ബോധം കെട്ട് കിടക്കുമ്പോൾ രാധ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയതും എല്ലാം തന്നെ ബോധം തെളിഞ്ഞപ്പോൾ അവരുടെ മുഖം വിക്രമി കണ്ടിട്ടുണ്ടായിരുന്നു. ബോധം മറയുന്ന സമയത്ത് ബോധം വന്നപ്പോൾ വിക്രം അത് ആലോചിച്ച് ഓർത്തെടുക്കുകയാണ് ആരാണ് തന്നെ ഇങ്ങനെ ആക്കിയത് എന്നുള്ള വിവരം. ഇതെല്ലാം വിക്രം ഇത്രയും നേരം സംഭവിച്ച വിവരങ്ങളെല്ലാം ഇവരുടെ അടുത്ത് പറയുകയാണ്. ഇതെല്ലാം കേട്ട് നമ്മുടെ നന്ദിനി ഉണ്ടല്ലോ, കുളം കലക്കി മീൻ പിടിക്കാമെന്ന് പറയുന്ന മട്ടിലെ സാഹചര്യം അങ്ങ് മുതലാക്കുകയാണ്, വഷളാക്കാൻ വേണ്ടി നോക്കുകയാണ്. കുറേ അങ്ങ് വേദയെ കുറ്റം പറയും. എന്താ വേദ ഇത്, നീ ഈ വീടിന് വേണ്ടി വീട്ടിൽ വന്നതിന് ശേഷമാണ് ഞങ്ങളുടെ വീട് ഇങ്ങനെയൊക്കെ ആയത്, ഞങ്ങൾ ഇത്രയും ബുദ്ധിമുട്ടിലായത്, നിൻ്റെ വീട്ടിലുള്ളവരും ഇനി ഞങ്ങളെ ഉപദ്രവിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണോ, ഞങ്ങളുടെ വിക്രമിനെ എന്താണ് അവർ ചെയ്യാൻ ശ്രമിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ വലിയ ഡയലോഗ് അടിക്കുക കേട്ടോ. ഞാനാണെങ്കിൽ ഇതെല്ലാം കേട്ട് ഇവൾ കുറച്ച് ഓവറാണല്ലോ എന്ന മട്ടിലേ, നീ മിണ്ടാതിരിക്കുക നന്ദിനി, നീ മിണ്ടാതിരിക്കുക ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അവൻ്റെ അടുത്തും വിനയൻ്റെ അടുത്തും ചൂടാവുന്നുണ്ട്. നിങ്ങളൊന്നും മിണ്ടാതിരിക്കുക, അതെ നമ്മുടെ വിക്രമിനാണ് അപകടം പറ്റിയത്, ആർക്കും ഒരു നഷ്ടവുമില്ല, നമുക്കാണ് നഷ്ടം, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും കമലാമ്മ പറയുന്നുണ്ട്, എന്താ വേദ ഇത്, എന്താണ് സംഭവം, ഇങ്ങനെ ആയാൽ എന്താ ചെയ്യുക എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ വേദ പറയും, അതെ അമ്മ വിഷമിക്കേണ്ട, എന്താണെന്ന് ഞാൻ അന്ന് അന്വേഷിച്ച് ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു സംഭവം ഇല്ലാത്ത മട്ടിൽ ഉണ്ടാവാത്ത മട്ടിൽ ഞാനിത് കൈകാര്യം ചെയ്തോളാം എന്ന് പറയുകയാണ്. അപ്പോഴേക്കും മാഷ് പുറത്തുനിന്ന് അങ്ങോട്ട് കയറി വരുന്നുണ്ട്. എന്നിട്ട് വേദയുടെ അടുത്ത് പറയുന്നുണ്ട്, എനിക്ക് നിൻ്റെ അടുത്ത് വേദയുടെ അടുത്ത് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറയാണ്. അപ്പോൾ അമ്മ പറയും, മോൾ അങ്ങോട്ട് ചെല്ലുക എന്ന് പറഞ്ഞിട്ട് ആ വേദേനെ അച്ഛൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിടുന്നുണ്ട്. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, നീ നല്ല ബുദ്ധിയുള്ള കുട്ടിയാണ്, നീ നല്ല പഠിപ്പുള്ള കുട്ടിയാണ്, വലിയ വീട്ടിലെ കുട്ടിയാണ്, ഇതൊക്കെ ശരിയാണ്. പിന്നെ നീ ഇവൻ നിൻ്റെ കഴുത്തിലൊരു താലി കെട്ടി എന്നുള്ളത് പറഞ്ഞ് നീ ഈ വീട്ടിൽ വന്ന് താമസിക്കുന്നു. അവൻ നിന്നെ ഭാര്യയായി അംഗീകരിക്കുന്നില്ല. പിന്നെ അവൻ്റെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. അവനൊരു കാര്യം തീരുമാനിച്ചാലുണ്ടല്ലോ, ആ കാര്യത്തിൽ നിന്ന് പിന്നീട് ഒരു മാറ്റവും അവൻ്റെ നിന്ന്
പ്രതീക്ഷിക്കേണ്ട. പിന്നെ ഞങ്ങൾക്കാർക്കും നീ ഈ വീട്ടിൽ അവൻ്റെ ഭാര്യയായി താമസിക്കുന്നത് ഇഷ്ടവുമല്ല. പിന്നെ എന്തിനാ കുട്ടി നിന്നെ വേണ്ടാത്തിടത്ത് നീ ഇങ്ങനെ കയറി താമസിക്കുന്നത്? നിനക്ക് നാണക്കേടൊന്നും തോന്നുന്നില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ വേദ ചോദിക്കുന്നുണ്ട്, മാഷേ ഇനി എനിക്ക് സംസാരിക്കാവോ? മാഷ് എൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അത് കേൾക്കാവോ മാഷിന് എന്ന് ചോദിക്കുമ്പോൾ നീ പറ എന്ന് പറയാണ് മാഷ്. അപ്പോൾ വേദ പറയുന്നുണ്ട്, മാഷ് പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണ് മാഷിൻ്റെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ. പക്ഷേ എൻ്റെ കഴുത്തിൽ ഈ താലി വീണതേ ദൈവസന്നിധിയിൽ വെച്ചിട്ടാണ്. ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ വിക്രമിന് എന്നെ ഇഷ്ടമല്ലെങ്കിലും ഭാവിയിൽ വിക്രം എന്നെ ഇഷ്ടപ്പെട്ടുകൊള്ളും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ജീവിക്കുന്നത്. എനിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട് മാഷേ എന്നിങ്ങനെയൊക്കെ പറയുക കേട്ടോ. ഇതൊക്കെ കേട്ട് മാഷിങ്ങനെ വിഷമിച്ച് നിൽക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അതെ കുട്ടി, ഞങ്ങൾക്കാർക്കും നിന്നോട് ഇഷ്ടമില്ലാഞ്ഞിട്ടൊന്നുമല്ല. പക്ഷേ നിൻ്റെ ഭാവി അത് ഇവനെ പോലുള്ള ഒരു തെമ്മാടിയുടെ കൂടെ തെമ്മാടിക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ച് കളയാനുള്ളതല്ല. അതുകൊണ്ടാണ് അത് കാണുമ്പോൾ ഞങ്ങൾക്ക് നല്ല വിഷമമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിച്ചത്. ഇനി കുട്ടിയുടെ തീരുമാനം നീ എന്തായെന്ന് വെച്ചാൽ ചെയ്യ് എന്ന് പറഞ്ഞുകൊണ്ട് മാഷങ്ങോട്ട് അകത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ വേദ കമലാമ്മയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ, അമ്മേ ഞാൻ ഈ എടുത്ത തീരുമാനം തെറ്റാണെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കമലാമ്മ പറയുന്നുണ്ട്, അത് മോളെ തെറ്റാണോ ശരിയാണോ എന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റുന്നില്ല. പിന്നെ എല്ലാം ശരിയാവും, മോള് വിഷമിക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് വേദയുടെ കവിളത്തിങ്ങനെ തലോടിക്കൊണ്ട് കമലാമ്മ അപ്പുറത്തേക്ക് പോവുകയാണ്. പിന്നീട് വേദ ശ്രീയെ വിളിക്കുക കേട്ടോ. ശ്രീ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. എന്താ വേദ പതിവില്ലാത്തൊരു വിളി, അതും ഈ നേരത്ത്? എന്തൊക്കെയുണ്ട് വിശേഷം എന്നിങ്ങ ഒന്നും അറിയാത്ത മട്ടിൽ ശ്രീ ചോദിക്കുകയാണ്. അപ്പോൾ വേദ പറയുന്നുണ്ട്, അല്ല വിശേഷമൊക്കെ ഉണ്ട്, വിശേഷം ഉള്ളത് കൊണ്ടാണല്ലോ ഞാൻ ഏട്ടനെ വിളിച്ചത്. പിന്നെ വർഷേച്ചിക്കൊക്കെ സുഖമല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. വിഷം ഇങ്ങനെ ഒന്നും അറിയാത്ത മട്ടിൽ തന്നെ സുഖമാണ്, സുഖമായിട്ടിരിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പിന്നീട് വേദ പറയുന്നുണ്ട്, ഇന്നേ എൻ്റെ വീട്ടിലൊരു ചടങ്ങ് ഇന്നലെ എൻ്റെ വീട്ടിലൊരു ചടങ്ങ് നടന്നിട്ടുണ്ടായിരുന്നു. എന്താണെന്നറിയോ? എൻ്റെ താലി വിക്രം എൻ്റെ കഴുത്തിൽ വീണ്ടും താലി കെട്ടുന്ന ചടങ്ങായിരുന്നു. അതിന് നമ്മുടെ വീട്ടിൽ നിന്നും മുത്തശ്ശിയും അമ്മയും എല്ലാവരും വന്ന് ഫുഡൊക്കെ കൊണ്ടുവന്ന് നല്ലൊരു ഗ്രാൻഡായിട്ട് തന്നെ നടന്ന് നല്ല അടിപൊളിയായിട്ട് ചടങ്ങൊക്കെ നടന്നു. ഇപ്പം ഞാൻ ശരിക്കും വിക്രമിൻ്റെ ഭാര്യയാണ്. അതിന് നീ എന്തിനാ ഇപ്പോൾ ഇതൊക്കെ എൻ്റെ അടുത്ത് പറയുന്നത് എന്നിങ്ങനെ ശ്രീ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വേദ പറയാണ്, അതെ ഏട്ടന് ഈ ചടങ്ങ് ഇന്നലെ നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ, അത് തടയുന്നതിന് വേണ്ടി വിക്രമിനെ അപായപ്പെടുത്തിയത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ശ്രീ അങ്ങ് ഞെട്ടു കേട്ടോ. ഈ വേദ എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് എന്നിങ്ങനെ മട്ടിലാണ് ഞെട്ടുന്നത്. അപ്പോൾ വേദ പറയുന്നുണ്ട്, എങ്ങനെയാണ് ഞാൻ ഈ കാര്യം അറിഞ്ഞത് എന്നിങ്ങനെ ചിന്തിക്കുന്നത്. നിങ്ങൾ ആക്രമിച്ചു കഴിഞ്ഞേ വിക്രമിൻ്റെ അടുത്ത് വന്ന് നിന്ന് വിക്രം മരിച്ചു പോയെന്ന ചിന്തയിൽ സംസാരിച്ചില്ലേ, ഇനി അവൻ മരിച്ചോളും ബോധം വരത്തില്ല എന്നൊക്കെ പറയുന്നതേ വിക്രം കേട്ടു. വിക്രമാണ് എന്നോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത്. എന്തിനാ ഏട്ടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഞാനൊരു കാലത്ത് ഏട്ടനെ എത്ര സ്നേഹിച്ചിരുന്നെന്ന് ഏട്ടനെ അറിയത്തില്ലേ? ഞാൻ അമേരിക്കയിൽ പോയപ്പോഴും ദിവസവും ഏട്ടനെ വിളിച്ച് ഞാൻ സംസാരിക്കുമായിരുന്നു. നമ്മൾ തമ്മിൽ എത്ര സ്നേഹത്തോടെ കഴിഞ്ഞത്. പിന്നെ എങ്ങനെ ഏട്ടാ എന്നെ വിധവയാക്കാൻ ശ്രമിക്കാൻ നിങ്ങൾക്ക് തോന്നിയത്? അപ്പോൾ സ്നേഹത്തിനൊക്കെ ഇത്ര വിലയേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ വേദം ഇങ്ങനെ കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇനി ഏട്ടൻ്റെ പെങ്ങളല്ലേ ഞാൻ, ഇനി ഇങ്ങനെ ശ്രമിച്ചാലുണ്ടല്ലോ ഏട്ടനേക്കാൾ വാശിയുള്ള ആളാണ് ഞാനെന്ന് ഏട്ടനെ അറിയാലോ. അപ്പോൾ എൻ്റെ സ്വഭാവം നന്നായിട്ട് അറിയാവുന്നതല്ലേ. എൻ്റെ വിധം മാറും. ഇനി വിക്രമിനെ തൊട്ട് കളിക്കരുത്. പിന്നെ വിക്രമിൻ്റെ കൊന്നു കഴിഞ്ഞാൽ വേറൊരു വിവാഹം എനിക്ക് നടത്തി വെക്കാം എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ വിക്രമിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഞാൻ വിക്രമിൻ്റെ വിധവയായി ഇനിയുള്ള കാലം അങ്ങ് കഴിഞ്ഞു കൂടും. നിങ്ങൾ എന്നെ ഇവിടെ നിന്നും കൊണ്ടുപോകാമെന്നൊന്നും വിചാരിക്കേണ്ട എന്നൊക്കെ പറയുകയാണ് കേട്ടോ വേദ. ഇത് കേൾക്കുന്ന ശ്രീക്ക് നല്ല വിഷമമാവുന്നുണ്ട് കേട്ടോ വേദയുടെ സംസാരമൊക്കെ കേട്ടിട്ട്. എന്നിട്ട് പറയുന്നുണ്ട്, മോളെ വേദ ഞാൻ ഇതൊന്നും ചെയ്തതല്ല എന്നൊക്കെ ഇങ്ങനെ ചെയ്ത കാര്യങ്ങളൊക്കെ നിഷേധിക്കാൻ ശ്രമിക്കുകയാണ് ശ്രീ. പക്ഷേ വേദ വിട്ടുകൊടുക്കുന്നില്ല. ഇനി മേലാൽ ഇമാതിരി പണിക്കൊന്നും നിൽക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യാണ് വേദ. പിന്നീട് നമ്മുടെ വേദ
വിക്രം വീണ്ടും താലി കെട്ടിയ സന്തോഷത്തിൽ സെൽഫിയൊക്കെ എടുക്കുക കേട്ടോ. കഴുത്തിലെ താലി ഇങ്ങനെ പൊക്കി പിടിച്ച് പല പോസിലായി അങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാത്രി വളരെ വൈകിയിരിക്കണു. വിക്രം ഡോറിൽ മുട്ടുന്നുണ്ട്. അപ്പോൾ ഡോറിൽ തട്ടുന്ന സൗണ്ട് കേട്ടിട്ട് വേദ വന്ന് ഓടിച്ചെന്ന് വാതിൽ തുറക്കുന്നുണ്ട്. വിക്രമിനെ കണ്ടപ്പോൾ അവൾക്ക് സന്തോഷമാവുകയാണ്. വാ വിക്രം, ഭക്ഷണം വിളമ്പിത്തരാം, കഴിച്ചിട്ട് കിടക്കാം എന്നൊക്കെ പറഞ്ഞ് ഓടിച്ചെന്ന് നല്ല തുള്ളിച്ചാടി ഓടി പോവുകയാണ്. എന്നിട്ട് വേഗം തന്നെ ഭക്ഷണമൊക്കെ എടുത്ത് വെച്ച് കഴിക്കുക എന്ന് പറയുകയാണ്. അപ്പോൾ വിക്രമാണെങ്കിൽ ശ്രദ്ധിക്കുന്നത് താലി വേദ ഇങ്ങനെ കുമ്പിട്ട് നിൽക്കുമ്പോൾ വേദയുടെ കഴുത്തിൽ കിടക്കുന്ന താലി ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നുണ്ട്. അത് കാണുമ്പോൾ വിക്രം ഇങ്ങനെ ദേഷ്യം വരികയാണ്. താലിയിൽ എന്നെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താ വിക്രം ഇങ്ങനെ നോക്കുന്നത്, എനിക്ക് നാണാവുന്നുണ്ട് കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. വേദ തമാശയ്ക്ക് ഇങ്ങനെ പറയുകയാണ്. അത് കേൾക്കുന്ന വിക്രം, നീ പോടി, എനിക്കൊരു ഭക്ഷണം വേണ്ട, നിൻ്റെ ഒന്നും വേണ്ട എനിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് വിക്രം അകത്തേക്ക് കയറി പോവുകയാണ്. പിറകെ തന്നെ വേദ ഭക്ഷണമെല്ലാം എടുത്ത് വെച്ച് വിക്രമിൻ്റെ റൂമിലേക്ക് ചെല്ലുന്നുണ്ട്. അങ്ങനെ താഴെ പായ വിരിച്ച് കിടക്കുകയാണ്. കിടന്നു കഴിഞ്ഞപ്പോൾ വേദ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഭക്ഷണത്തിൻ്റെ രുചിയെ പറ്റിയും എങ്ങനെയെല്ലാം വർണ്ണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ്, അമ്മ വെച്ച സാമ്പാർ, അമ്മ വെച്ച അവിയൽ, തോരൻ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മണത്ത് കൈയൊക്കെ ഇങ്ങനെ മണത്ത് നോക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എന്തൊരു സ്മെല്ലാണ്, ഇപ്പോഴും എൻ്റെ കയ്യിൽ നിന്ന് സ്മെല്ല് പോയിട്ടില്ല. വയറിൽ വിശന്ന് കിടക്കുമ്പോഴേ ഒരു കുളുകുളാന്നുള്ള സൗണ്ട് കേൾക്കും വയറിൽ നിന്ന്. കുറച്ച് കഴിഞ്ഞാൽ അതൊരു വിശപ്പായി മാറും. പിന്നെ നമുക്ക് കിടക്കാൻ വേണ്ടി പറ്റത്തേയില്ല എന്നൊക്കെ ഇങ്ങനെ വിക്രം കേൾക്കാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ കുറച്ചൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ വിക്രമിനങ്ങ് ദേഷ്യം വരികയാണ്. ഡെഡി വേതാളമേ, നിന്നെ മണ്ടയ്ക്കിട്ട് അടിക്കും ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്ന ബോട്ടിലെടുത്തിട്ട് അടിക്കാനായിട്ട് ഓങ്ങുകയാണ് വേദയെ. ഓ നിർത്ത് അടിക്കല്ലേ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ദേഷ്യം വരുന്നുണ്ടല്ലേ. പണ്ട് ഞാനിവിടെ നിന്ന് വന്ന സമയത്തെ 2 ദിവസം പട്ടിണി കിടന്നപ്പോൾ നിങ്ങളും എൻ്റെ മുന്നിലിരുന്ന് ഇങ്ങനെയൊക്കെ തന്നെയല്ലേ പറഞ്ഞത്. ഭക്ഷണത്തിൻ്റെ ടേസ്റ്റൊക്കെ വിവരിച്ചിരുന്നത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ. അപ്പോൾ ഞാനിത് തിരിച്ച് ഒന്ന് അങ്ങോട്ട് പ്രയോഗിച്ചു എന്നേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ദേഷ്യമൊക്കെ വരുന്നുണ്ടല്ലേ. അപ്പോൾ അന്നത്തെ എൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അത് നിങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിതെല്ലാം പറഞ്ഞതെന്ന് പറയുമ്പോൾ വിക്രം അവിടെ നിന്ന് എഴുന്നേറ്റ് തലയണ എടുത്തിട്ട് വേദയെ അടിക്കാനായി പിറകെ ഓടുകയാണ്. അപ്പോഴേക്കും വേദ എണീറ്റ് താഴേക്ക്